ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ 5 മണി മുതൽ ഒരു 9:30-10 മണി വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ആദ്യം തന്നെ മുഖം കഴുകുകയാണ് കേട്ടോ. പല്ല് തേച്ച് മുഖം കഴുകൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറുക. പിന്നെ അടുക്കളയിൽ വന്ന് ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിടും. അപ്പോൾ നല്ലൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുപ്പിൻ്റെ മുകളിലുള്ള റിങ്ങാണ് കൊണ്ടുപോയിട്ട് വെള്ളം നനച്ചിടുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ കരി ഉണ്ടാവും. നമ്മളിവിടെ അധികം ഉപയോഗിക്കുന്നത് റബ്ബറിൻ്റെ വിറകാണ്. അതുകൊണ്ട് നല്ല പോലെ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൻ്റെ സൈഡിൽ കൂടെയൊക്കെ. അപ്പോൾ സോപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഒരു തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി നമ്മളിത് ചുക്കുവെള്ളം വെക്കുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി ആദ്യം അതിൽ വെള്ളം നിറച്ച് വയ്ക്കും. ഇവിടെ പൈപ്പ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് പ്യൂരിഫയറിലാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് കുടിക്കാനുള്ള വെള്ളം എടുത്ത് വയ്ക്കും. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ തീ കത്തിക്കുക. അപ്പോഴേക്ക് വെള്ളം അതിൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പുറത്ത് പോയിട്ട് തുടപ്പെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി തുടയ്ക്കുകയാണ്. രാത്രി അടിച്ചു വാരി ഇടും കേട്ടോ എല്ലായിടവും. അപ്പോൾ രാവിലെ നമുക്ക് തുടച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയും കൂടി തുടക്കൽ കഴിഞ്ഞാൽ കുറച്ച് പണിയൊക്കെ ഏകദേശമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി 2 ബാത്റൂം ഉണ്ട് കേട്ടോ, അതും കൂടി കഴുകണം. അത് ദിവസം രാവിലെയാണ് ഞാൻ കഴുകാറുള്ളത്. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ചാണകം തളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ചാണകം തളിക്കാറുള്ളൂ. അപ്പോൾ ചാണകം തളിക്കൽ കഴിഞ്ഞിട്ട് പിന്നെയാണ് കുറേ അലക്കാനുണ്ടായിരുന്നു. ഇന്നലെ അലക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. എന്നും വൈകുന്നേരത്താണ് ഞങ്ങൾ പുഴയ്ക്ക് പോയിട്ടാണ് അലക്കാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ പോകാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അവർക്ക് സ്കൂളില്ലാത്തപ്പോഴല്ലേ രാവിലെ പോകാൻ പറ്റുള്ളൂ. തുണിയൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴും ഇരുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചമായിട്ട് പോകാമെന്ന് വിചാരിച്ച് പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പറൊക്കെ വായിച്ച് കഴിഞ്ഞ് ഒന്ന് വെളിച്ചമായപ്പോൾ പുഴയ്ക്ക് പോയിട്ടോ. പുഴയ്ക്ക് പോയി വന്ന് തുണികളൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് വിളക്ക് വെച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. എന്നും 6 മണിക്ക് തന്നെ വിളക്ക് വയ്ക്കുന്നതാണ്. അപ്പോൾ വേഗം വന്നിട്ട് വിളക്കും കൂടി വെച്ചിട്ട് തലേ ദിവസത്തെ നമ്മൾ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവില്ല, ചന്ദനത്തിരിയുടെയും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ തിരി ദിവസവും ഞാൻ മാറ്റാറുണ്ട് കേട്ടോ വിളക്കത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നേരെ വെച്ചിട്ട് വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പൂവൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉരുളിയും ഒരു കിണ്ടിയും കൂടി ഉണ്ട് കേട്ടോ, ചെറുത്ത്. അപ്പോൾ അതിലത്തെ വെള്ളം കൂടി മാറ്റാറുണ്ട് ദിവസവും. അപ്പോൾ അതും കൂടി മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ള പൂക്കളൊക്കെ കൊടുന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഈ വെള്ളപ്പൂക്കൾ നമ്മുടെ ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുന്ന് അലങ്കരിച്ചു. അപ്പോൾ അവിടെ ഒരു ഐശ്വര്യമായില്ലേ. അപ്പോൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് ഇനി ചന്ദനം അരച്ചിടുന്നുണ്ടോ. ഈ ഒരു ചന്ദനത്തിൻ്റെ അരയ്ക്കുന്നത് നമ്മൾ ഒരു 15 വർഷത്തെ പഴക്കം ഉണ്ടാവും കേട്ടോ. മോൾക്ക് 28-ന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിൽ കയറി ഇനി ചായക്ക് കടി ഉണ്ടാക്കാൻ കേട്ടോ. ഒന്ന് മസാല ദോശ ഉണ്ടാക്കാൻ വെച്ചിട്ടായിരുന്നു. മസാല ദോശ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുമ്പോൾ നിന്നത്. അപ്പോൾ ആദ്യം ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു അടുപ്പിൽ ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ആയപ്പോഴേക്കും ഞാൻ തീയും കൂടി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അടുപ്പ് വേഗം കത്തിയ വേഗം ചൂടാവും കേട്ടോ. പാത്രം വെള്ളമൊക്കെ വേഗം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അരിയും കൂടി ഇടണം. അപ്പോഴേക്ക് കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്ന് കുറച്ച് നേരം അടുക്കളയിൽ ഇരുന്നിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയും കൂടി ഇട്ടു. അരി ഇടൽ കഴിഞ്ഞാൽ ഞാൻ ചുക്കുവെള്ളം ഒരു അടുപ്പിൻ്റെ ചെറിയൊരു അടുപ്പുണ്ടാവുമല്ലോ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചുക്കുവെള്ളം പൊടി ഇടുന്നത് ചോറിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ പൊടി ഇടുക കേട്ടോ ചെയ്യുക. പിന്നെ അത് തിളച്ച് കളർ വരുമ്പോൾ നമ്മുടെ ചുക്കുവെള്ളത്തേക്ക് ഒഴിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറാണ് പതിവ്. പിന്നെ നമ്മുടെ മസാല ദോശയ്ക്കുള്ളതൊക്കെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചട്നിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്നിയും അരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദോശ ഓരോന്ന് ചുട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ആക്കി നമ്മുടെ മസാലയും കൂടി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശകളായിട്ടുണ്ടാവും. ദോശ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരും എടുത്ത് കൊണ്ടുപോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അവർ ടി വി ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാനും അപ്പം തന്നെ ചൂടോടെ കഴിച്ചു. കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണി പാത്രങ്ങൾ കഴുകലാണ്. ഒരുപാട് പാത്രങ്ങൾ വാഷ് ബേസിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മുടെ ചോറ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കുട്ടികൾക്കൊക്കെ സ്കൂളുള്ളതുകൊണ്ട് നമ്മൾ വേഗം വേവണ അരിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം അത് തന്നെ വെച്ചത്. അപ്പോൾ വേഗം ചോറുമായി. അപ്പോൾ ആ പാത്രം കൂടി ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചേക്കാണ്. ചിലപ്പോൾ കുട്ടികൾ രാവിലെ കഞ്ഞി കുടിക്കും കേട്ടോ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി വെച്ചു. പിന്നെ പാത്രം കഴുകിയതൊക്കെ നമ്മൾ ചെറിയ അടുക്കള ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ പാത്രങ്ങളൊക്കെ വയ്ക്കാറുള്ളത്. മറ്റേ അടുക്കളയിൽ
പാത്രങ്ങളൊന്നും വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുക്കള അടിച്ചോരും കൂടി ചെയ്തപ്പോഴേക്ക് രാവിലത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെയിലൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ആദ്യം ഒന്ന് നോക്കും, എത്ര പൂവ് വിരിഞ്ഞു. നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അമച്ച് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. പിന്നെ ചെടികൾ നനയ്ക്കുകയും ചെയ്യട്ടെ. രാവിലെയാണ് ചെടികൾ നനയ്ക്കാറുള്ളത്, നമുക്ക് പൈപ്പിൽ രാവിലെ വെള്ളം വരുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.